നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേച്ചി ആക്ടിംഗ് സൂപ്പർ. ഓ എന്താ സ്റ്റോറി ടെല്ലിംഗ്, ട്വിസ്റ്റിന്മേൽ ട്വിസ്റ്റ് ആണല്ലോ. ചേച്ചി സിനിമയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതി അത് സൂപ്പർ ഹിറ്റ് ആയിരിക്കും, അതിലൊരു സംശയം വേണ്ട. പക്ഷേ ആത്മാവിനെ വരുത്തുന്നത് ഗായത്രി ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കിയത് ഞാൻ, വിശാലിന് അമ്മ ഇല്ലാതാക്കിയത് ഞാൻ, അവനെ കൊണ്ട് എന്നെ അമ്മയെന്ന് വിളിപ്പിച്ചത് ഞാൻ. ആ അമ്മയുടെ ആത്മാവിനെ കാണാനുള്ള ഐഡിയ പറഞ്ഞു കൊടുക്കുന്നതും ഈ ഞാൻ. ആ ആത്മാവിനെ ഇല്ലാതാക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. സമ്മതിച്ചു ചേച്ചി, സമ്മതിച്ചു. ദേ ചേച്ചിയുടെ ബ്രദറായിട്ട് ജനിച്ചതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട് പ്രതാപ, ആ പാർവതി ഈ വീട്ടിൽ വന്ന് കാല് കുത്തിയത് മുതൽ നമുക്ക് ശനിദശയ. നമുക്ക് വിശാൽ വഴി അവളെ ഇവിടുന്ന് തുരത്തണം. അവൾ ഇവിടുന്ന് പോയാലേ ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഇവിടെ നിന്ന് അനുഭവിക്കാൻ പറ്റൂ. പാർവതിയുടെ ദിവ്യദൃഷ്ടിയിൽ കണ്ടതെല്ലാം സത്യം തന്നെയാണെങ്കിൽ അതിനു പിന്നിൽ ഗായത്രിയുടെ ആത്മാവ് തന്നെയായിരിക്കാം. അതുകൊണ്ടാ വിശാല് വഴി ഇങ്ങനെ ഒരു നാടകം കളിക്കാൻ ഞാൻ തീരുമാനിച്ചത്. പാർവതിയെ കൊണ്ട് ഗായത്രി ദേവിയുടെ ആത്മാവിനെ വിളിച്ചു വരുത്തണം. ചേച്ചി, അവിടെയാണ് എനിക്ക് വിയോജിപ്പുള്ളത്. ഗായത്രി യഥാർത്ഥത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ നമ്മൾ ചെയ്തു കൂട്ടിയതൊക്കെ വിളിച്ചു പറയില്ലേ? നമ്മൾ കുടുങ്ങില്ലേ? ഇത് ഒരുമാതിരി വല്ലാത്ത ഐഡിയ ആയിപ്പോയി ചേച്ചി. എടാ, നീ പേടിക്കാതെ പ്രതാപ. ഗായത്രിയുടെ ആത്മാവ് വന്നാൽ അതിന്റെ കാര്യത്തിനൊരു തീരുമാനമാവും. ആത്മാനന്ദ സ്വാമികളെ ഞാൻ ആണ്ടുപൂജയ്ക്ക് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം അവളുടെ ആത്മാവിനെ ബന്ധിച്ചുകൊള്ളും. പിന്നെ പാർവതിക്ക് ഗായത്രി ദേവിയുടെ ആത്മാവിനെ കാണണമെങ്കിൽ നമ്മളോട് പെർമിഷൻ ചോദിക്കണം. ഇപ്പോഴെനിക്ക് മനസ്സമാധാനമായത്. അപ്പൊ ചേച്ചിയോട് കളിച്ചാൽ മനുഷ്യനെ മാത്രമല്ല ആത്മാവിനെ പോലും കളി പഠിപ്പിക്കും. അതോടെ വിശാൽ പഴയ പോലെ ചേച്ചിയുടെ പിന്നാലെ വാലാട്ടി വരും. ഈ വീട് നമ്മൾ ഭരിക്കും. ചേച്ചി റാണി, ഞാൻ മന്ത്രി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.